ആഗോള രാഷ്ട്രീയത്തെ എപ്പോഴും മുൾമുനയിൽ നിർത്തുന്ന ഉത്തര കൊറിയ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തവണ കരയിലല്ല, കടലിലാണ് കിം ജോങ് ഉന്നിന്റെ സൈന്യം തങ്ങളുടെ പ്രകടനശേഷി തെളിയിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ അഭിമാനമായ ചോങ്ഹയോൺ എന്ന അത്യാധുനിക യുദ്ധക്കപ്പലിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ പടിഞ്ഞാറൻ തീരത്തെ ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യതയോടെ ഭേദിച്ചപ്പോൾ അത് ലോകശക്തിക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പായി മാറി. ഏപ്രിൽ 12 നടന്ന ഈ പരീക്ഷണത്തിൽ 2 തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകളും 3 ആന്റി വാർഷിപ്പ് മിസൈലുകളുമാണ് വിക്ഷേപിച്ചത്. ചോഹയോൺ കപ്പലിലെ നവീകരിച്ച നാവിഗേഷൻ സംവിധാനങ്ങളുടെ കൃത്യത പരിശോധിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതിൽ ക്രൂയിസ് മിസൈലുകൾ ഏകദേശം 7920 സെക്കൻഡ് വരെ ആകാശത്ത് വട്ടമിട്ട് പറന്ന് തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. അതീവ വേഗതയും ശത്രുവിന്റെ റഡാറുകളെ വെട്ടിക്കാനുള്ള ശേഷിയും ഈ മിസൈലുകളുടെ പ്രത്യേകതയാണെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. ഈ നിർണായക പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാൻ കിം ജോങ് ഉൻ നേരിട്ടെത്തിയെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കപ്പലിലെ ഓരോ വിക്ഷേപണ നടപടികളും സൂക്ഷ്മമായി വിലയിരുത്തിയ അദ്ദേഹം നാവികസേനയുടെ ആക്രമണ സന്നദ്ധ മെച്ചപ്പെടുത്താൻ കർശന നിർദ്ദേശങ്ങൾ നൽകി. രാജ്യത്തിന്റെ ആണവായുധ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൂടാതെ നിർമ്മാണത്തിലിരിക്കുന്ന 2 പുതിയ ഡിസ്ട്രോയറുകളുടെ പ്ലാനുകളും അദ്ദേഹം നേരിട്ട് പരിശോധിച്ചു. 5000 ടൺ ഭാരമുള്ള ചോഹയോൺ ക്ലാസ് കപ്പലുകൾ ഉത്തര കൊറിയൻ നാവികസേനയുടെ കരുത്താണ്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ശത്രു കപ്പലിനെ കടലിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളും ഇവയുടെ പ്രത്യേകതയാണ്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏത് വെല്ലുവിളിയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ കിം നടത്തുന്നത്. ഉത്തര കൊറിയയുടെ ഈ നീക്കം പസഫിക് മേഖലയിലെ സന്തുലിതാവസ്ഥയെ മാറ്റിമറിച്ചേക്കാം. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ആയുധ നിർമ്മാണത്തിൽ അവർ കൈവരിക്കുന്ന പുരോഗതി ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു. ആകാശം മുതൽ ആഴക്കടൽ വരെ തങ്ങളുടെ അധികാരം വ്യാപിപ്പിക്കാൻ കിം ജോങ് ഉൻ നടത്തുന്ന ഈ പരീക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ ആഗോള നയതന്ത്ര ചർച്ചകളിൽ പ്രധാന വിഷയമാകും.